ഇത് ചങ്കിന് പിന്നെ പ്രയാസമൊന്നുമില്ല. ചങ്കിന് ബ്ലോക്ക് ആക്കും, അല്ലെങ്കിൽ ചങ്കിലേക്ക് ചങ്ക് ആവശ്യത്തിന് പൾസ് ചെയ്യുന്നില്ല. എങ്കിൽ നമ്മുടെ ചങ്കല എന്ന് പറഞ്ഞ മർമ്മോട് പുറത്ത് കൊണ്ട് തന്നെ ഇടിച്ചു കാണിക്കാം. ഒരാളിക്ക് പോവാം. ഇടിച്ചു കാണിക്കാന്ന് വെച്ചാൽ ഫീലാവാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും കൈയൊക്കെ തിട്ടി എവിടെയാണ് ഫീൽ ചെയ്യുന്നത്? കണ്ടി ഫീൽ ചെയ്യുന്നുണ്ടോ? അവിടെ തിരുമിയാൽ മേക്കറില്ലേ, ഹാർട്ട് ഉദ്ദീപനത്തിന് മെഷീൻ വെക്കില്ലേ, അതിന് തുല്യ. ഇതാണ് ചങ്ങല എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആയിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് കേടാണ്. ചെറിയ തോതിൽ ഇടിച്ചാൽ ഗുണമാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞല്ലോ, തിരുമണ സമയത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു തിരുമ വൈദ്യം അറിയാവുന്ന ആ ഭാഗത്ത് ഇടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, കാലത്തും വൈകുന്നേരം ഇടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈക്രോ വെക്കണതിൻ്റെ തുല്യമായിട്ട് ഇത് ഓരോ ദിവസവും ഇങ്ങനെ പവർ കൂടി വരും. അവിടെ ഉദ്ദീപനം ചെയ്യാൻ അതൊരു 21 ദിവസത്തേക്ക് 7 ദിവസത്തേക്ക് അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് മജ്ജയുടെ മസാജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെയൊക്കെ കാലിന്റെ ഉള്ളിൽ മജ്ജ ഉണങ്ങി പോവാം, മജ്ജ പറ്റി പോവാന്നൊക്കെ കേട്ടില്ല. നല്ല മജ്ജ ഇല്ലാത്തതുകൊണ്ട് ബ്ലഡ് ഉണ്ടാകുന്നില്ല. അതിന് മജ്ജ മാറ്റണം. മജ്ജ മാറ്റുന്നത് ക്യാൻസറൊക്കെ ഉണ്ടായിട്ട് കേട്ടോ. ക്യാൻസറിന് അതിന് വേറെ അണുഭാഗത്ത് എന്തെങ്കിലും ചെയ്യണം. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ് സന്ധ്യാസമയം എന്ന് പറയും. ഈ സന്ധ്യാസമയത്ത് മജ്ജയ്ക്ക് ഒരു മാറ്റം വരും. ആ സമയത്ത് പ്രപഞ്ചനം ദൈനംദിനം കുഴമ്പിട്ട് മുകളിലേക്ക് പൗഡർ കൊടുത്തുകൊണ്ട് മർമ്മോപചാരം കാണിച്ചു തരുന്നു. പിന്നെ ദശവായുക്കളുടെ കണക്ക് പറഞ്ഞു, ഫുൾ ബോഡി മസാജ് പറഞ്ഞു. ഇന്ന് ചില ശരീരഭാഗങ്ങൾ തിരുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പം നിങ്ങളുടെ കൈ ഇറങ്ങിപ്പോയി, കൈയുടെ പഴ ഇറങ്ങിപ്പോയി, അങ്ങനെ പിടിച്ചിടാം, എങ്ങനെ തിരുമാം എന്ന് കാണിക്കാം. ഡോക്ടറെ കാണിക്കാം. ഇങ്ങോട്ട് വലിക്കാം. ഇങ്ങനെ വലിക്കുമ്പോൾ പയ്യെ കുഴമ്പിട്ടിട്ടാണ് നമ്മൾ വലിക്കുന്നത്. പയ്യെ ചിലപ്പോൾ ഹോളിലേക്ക് ചെന്ന് വീഴാം, ചിലപ്പോൾ ഹോളിൽ നിന്ന് താഴേക്ക് പോകാം. താഴേക്കാണ് പോകണമെങ്കിൽ പയ്യെ ഇവിടെ പിടിക്കുക, പയ്യെ കൈ ഇങ്ങനെ വലിക്കണം. വലിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരഞ്ഞ് വേദന എടുക്കാണ്ടിരുന്നു പയ്യെ വലിച്ച് പൊക്കി ഈ കൈയുടെ മുട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഇതുണ്ടോ? വലിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശക്തമായ വേദനയൊക്കെ ആയിരിക്കും. പയ്യെ സോഫ്റ്റായിട്ട് വലിച്ചിങ്ങനെ നിവൃത്തിയിടണം. നിവൃത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മുട്ട് മാറിലേക്ക് പോകണം. മാറിലേക്ക് പോകണമെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വേണം. ഈ മുട്ട് വേണ്ടി ഇവിടെ വേണം. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ കൈയിടണം. കഷത്തിൽ ഇവിടെ നീ ഇറക്കിയും കൂടെ ഇറങ്ങി നിൽക്കുമ്പോൾ ഇവിടെ ഒരു മുഴ പോലെ കിട്ടും. ഈ മുഴ പോലെ കിട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോക്കണം. ഈ കൈയുടെ ഇങ്ങനെ ഇരിക്കണം, കൈ ഇങ്ങനെ മറന്നിരിക്കണം. ഇങ്ങനെ പിടിച്ചുകൊണ്ട് പൊക്കിയാൽ ആ ഹോളിനകത്ത്. ഇതാണ് ഏറ്റവും വലിയ ഈസി മാർഗം. മനസ്സിലാവുന്നത്? ഇപ്പം നമ്മൾ പറയണം, ജോയിന്റ് ഇവിടെ വരാവുന്ന 2 അപകടങ്ങളാണ്. 2 അപകടങ്ങളിൽ ഒന്ന് മുകളിലോട്ട് കയറി പോവാം, ഒന്ന് കീഴോട്ട് ഇറങ്ങി പോവാം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പിടിക്കുമ്പോൾ കിട്ടാതെ വന്നാൽ ചാടിയത് പോവാം. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിടിക്കുമ്പോൾ മുകളിലോട്ട് കയറി പോവാം. അപ്പോൾ ആ ഹോളിൽ നിന്ന് ഇറങ്ങി മുകളിലോട്ട് കയറി പോകാം. ഇവിടെ നിന്ന് ഇങ്ങനെ പയ്യെ താഴോട്ട് താത്തുക. താഴോട്ട് താത്തുമ്പോൾ ചിലവർക്ക് ആ ഹോളിൽ തന്നെ ചെന്ന് താഴും. അന്നേരം കൈയുടെ മൂവ്മെന്റ് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ കൈ പുറകോട്ട് നോക്കുക, ഇങ്ങനെ മുമ്പോട്ട് നോക്കുക, കൈ ഇങ്ങനെ പൊക്കി നോക്കുക, കൈ ആട്ടാൻ പറയുക, എന്നിട്ട് തന്നെ പൊക്കാൻ പറയുക. അപ്പോൾ അവർ കൈ തന്നെ അന്നേരം തന്നെ പൊക്കും. ആ സെക്കൻഡിൽ തന്നെ പെയിൻ ഉണ്ടാവും. പോയതിൻ്റെ ചാടിപ്പോയതിൻ്റെ ഞരമ്പ് വലിഞ്ഞതിൻ്റെ ഒരു ചെറിയ പെയിൻ ഉണ്ടാവും. അത്രയാണ് നമ്മൾ ക്ലിയർ ആണോന്ന് അറിയണേ. താഴോട്ട് പോയത്
എന്നിട്ട് ഇത് മുകളിലോട്ട് പിടിച്ചിടാനും താഴോട്ട് പോകാനും ഒന്നുകൂടെ കാണിക്കാം. ഇവിടെ ബോൾ ഇറങ്ങി പോയി നമ്മൾ പയ്യെ കൈ ഇങ്ങനെ ഇവിടെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പയ്യെ കൈ ഇങ്ങനെ വലിച്ചെടുക്കും. കൈ ഇങ്ങനെ വലിച്ചെടുത്തതെന്ന് വെച്ചാൽ ഈ മുട്ട് മാറിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകും. മാറിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് തള്ളി കൊടുക്കും ഈ സാധനത്തിൽ. എന്നിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ കൈ ഇങ്ങനെ ഇരുന്നാൽ വേറുള്ള അടിക്കരുത്. കൈ ഇങ്ങനെ ഇരിക്കണം, രോഗിയുടെ അഭിമുഖമായിരിക്കണം. ഇവിടെ ഇങ്ങനെ പിടിക്കണം, ഇവിടെ തള്ളി കൊടുക്കണം, ഇവിടെ ഇങ്ങനെ മുമ്പോട്ട് വെക്കണം. ഇതാണ് പ്രൊസീജിയർ. ഈ കുഴപ്പത്തിന് മൂവ്മെന്റ് ചെയ്താൽ കറക്റ്റ് ബോഡിൻ്റെ ഉള്ളിലേക്ക് വരും. ആശുപത്രിയിൽ പോയാൽ 12,000 15,000 രൂപ ചാർജ് വരും. അവരാദ്യം മയക്കും, വേദന ഇല്ലാണ്ടാക്കും, എന്നിട്ട് അത് കിടത്തി അത് പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു അതിന് മുമ്പ് എക്സ്റേ എടുക്കും, എങ്ങനെയാണ് ഇരിക്കണമെന്നറിയാൻ. അവരെന്തെല്ലാം മെഷീൻ കയറ്റാവോ അതെല്ലാം നോക്കി ക്ലിയർ ആക്കിയിട്ടാ വരുള്ളൂ. നമുക്ക് 5 പൈസ മുടക്കില്ലാതെ ഇത് പിടിച്ചിടാം. എൻ്റെ വീട്ടിൽ രാത്രിയും പകലും എപ്പോഴും ആളുകൾ തന്നെയാണ് പിടിച്ചിടുക. ആശുപത്രിയിൽ പോയാൽ 15,000 രൂപ മുടക്കുന്നുണ്ട്. നമുക്ക് 100 രൂപ തരാൻ അവർക്ക് കഴിയാം. പൊക്കോട്ടെ. അപ്പൊ ചിലവരെന്തെങ്കിലും വൈദ്യം വെറുതെ ചെയ്യാൻ പാടില്ല എന്നാ, എന്തെങ്കിലും ഒരു പ്രതിഫലോ ഒരു ദക്ഷിണ മേടിക്കണം എന്നാ. വിലയില്ലാണ്ടാവാതെ ഒരിക്കലും സൗജന്യ ചികിത്സ വിജയിക്കില്ല. സൗജന്യ ചികിത്സ ചെയ്തിട്ട് കാര്യമില്ല, വിജയിക്കുകയില്ല. നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിനൊരു ദക്ഷിണ, നമുക്ക് ഫീസൊന്നും വയ്ക്കാറായില്ലെങ്കിൽ ഇപ്പോൾ ദക്ഷിണ മേടിക്കണം. അതിന് കുഴമ്പിന് ചിലവുണ്ട്, നമ്മൾ പഠിച്ചതിന് ചിലവുണ്ട്, നമ്മൾ ചെയ്തതിനും മുടക്കുണ്ട്. അപ്പം എന്തെങ്കിലും ചെയ്ത് മേടിക്കണം. എന്നാലും അത് ഫലവുമില്ല, അതുകൊണ്ട് ചെയ്യുമില്ല, അത് നടക്കുകയില്ല. പിന്നെ എത്ര ആൾക്കാർ വരുമല്ലോ. ഫ്രീ ആയിട്ട് ആരും ചെയ്യില്ലാലും കുറ്റമല്ലാണ്ട് വേറെ ഒന്നും ഗുണം വരത്തില്ല. അപ്പോൾ അതങ്ങനെ വേണം ചെയ്യാം. ഇവിടെ ഇത് പിടിക്കാൻ പഠിച്ചോ. പിന്നെ പുഴ തെറ്റിപ്പോയി, ഇവിടുത്തെ പുഴ. ഈ പുഴ കൈ ഇറങ്ങി പോകാം, കൈ അസ്ഥികൾ അകന്നു പോകാം. അകന്നു പോയാൽ അടിയിൽ പിടിക്കാം, ഈ വിരൽ മുകളിൽ വയ്ക്കാം, ഈ സ്ഥലത്ത് അമർത്തുക ഇങ്ങനെ ശരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ എല്ലുകളെ മുറുക്കി പിടിച്ച് ഇവിടെ അകത്ത് പിടിച്ച് ഇങ്ങനെ പിടിച്ച് തീർക്കാം. ഏത് ഒടിഞ്ഞ അസ്ഥിയാണെങ്കിലും ഇവിടെയും ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ പിന്നെ അസ്ഥിക്ക് മാറിപ്പോകുന്നുമില്ല. അതിങ്ങനെ പിടിച്ചത് ഇവിടെ തൊടിയിക്കാം, ശരിയാവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് ഇവിടെ കെട്ടി വെക്കണം. മരുന്ന് വെച്ച് പണി കെട്ടാം, മുറിവെണ്ണ ഇട്ട് കെട്ടാം, മുറിവെണ്ണ നനച്ച തുണി ഇട്ട് കെട്ടാം. എന്നിട്ട് പോലുമായിട്ട് എടുക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ, പൊട്ടലുണ്ടോ, ഞെരിക്കലുണ്ടോ എന്നറിയാമെങ്കിൽ എക്സ്റേ എടുത്ത് വെക്കണം. തെറ്റി പോവുകയാണെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക, കയ്യിലിങ്ങനെ ഇവിടെ ബലമായിട്ട് പിടിക്കുക, എല്ലാ വിരലുകളും വലിച്ചെടുക്കുക. വലിച്ചെടുത്ത ശേഷം വീണ്ടും തിരിച്ചു പിടിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും സോഫ്റ്റായിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് കൈ ചേർത്ത് വെച്ച് ഇവിടം വരെ പ്ലസ് ചെയ്യുക. ഇവിടെ നിന്ന് ചുറ്റി ഇവിടെ നിന്ന് അങ്ങോട്ട് വേണമെന്നില്ല, അങ്ങനെ ഇവിടെ നിന്ന് ചുറ്റി കൈ അനക്കാതെ വയ്ക്കുക. എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ എക്സ്റേ എടുക്കുക. പൊട്ടലുണ്ടോ, എന്ത് പൊട്ടലുണ്ടെങ്കിൽ പൊട്ടലിൻ്റെ മരുന്ന് വെച്ച് റെസ്റ്റ് എടുക്കുക. പിന്നെ വിരലുകളൊക്കെ മുകളിലോട്ട് പോകണമെങ്കിൽ വിരലിങ്ങനെ വലിച്ചു പിടിക്കുക, മധ്യഭാഗത്ത് പിടിച്ച് നിൽക്കുക. അങ്ങനെ പിടിച്ചാൽ കറക്റ്റാവും. അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ പിടിച്ച് നിൽക്കുക. സംശയമുള്ള ഒരാൾ വരാം, കാണിച്ചു തരാം. അവരുണ്ടെങ്കിൽ ആ വിരലിനെ ഇവിടെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക, ആ ജോയിൻ്റ് ശരിയാവാൻ. അത് വെച്ച് ഇവിടെയും പിടിച്ച് നിൽക്കുക, പിന്നെ ഇങ്ങോട്ട് വലിക്കുക. അപ്പോൾ ആ ഇളക്ക് കറക്റ്റാവും. പിന്നെ ഇവിടെയാണെങ്കിൽ ചേർത്ത് എടുക്കണം. ചേർത്ത് പിടിച്ചിട്ട് വയ്ക്കുക. അത് കൈവരലേക്ക് വലിക്കുക, കൈകൊണ്ട് തിരിച്ചു കൊടുക്കുക, ഇങ്ങോട്ട് വലിക്കുക, അതൊക്കെ വളരെ സോഫ്റ്റായിട്ട് ആവശ്യത്തിന് വലിക്കാവും. അത് കഴിഞ്ഞിട്ട് തുണി വെച്ച് വെക്കുക. മറ്റിവിടെ നമുക്ക് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് തോന്നുകയാണെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കാം. ശരിയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ വീണ്ടും തിരിഞ്ഞ് ക്ലീൻ ചെയ്യാം. ഇവിടെ കൈ നിൽക്കുകയെന്ന് വെച്ചാൽ ഈ ഭാഗം ഞെട്ടിപ്പിടിക്കാം, ഈ ഭാഗത്തിന് ഇങ്ങനെ കൂട്ടിപ്പിടിക്കാം. അങ്ങനെ കൂട്ടിപ്പിടിക്കാൻ ഞെട്ടിപ്പിടിക്കാൻ തിരിഞ്ഞോളം ചെയ്താൽ ഇത് ചെത്തിപ്പൊഴി കറക്റ്റാവും. കൈ ഇങ്ങനെയൊന്ന് ആദ്യം ഒന്ന് വലിച്ച് ക്ലിയർ ആകണം. എവിടെയെങ്കിലും ഉടക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ. പിന്നെ ആണെങ്കിൽ ഇറങ്ങിപ്പോയതാണെങ്കിൽ ഇവിടെ തള്ളി പിടിച്ച് ഈ കൈവരിൽ ഈ മുട്ട് ഇവിടെ നേരെ എത്തണം. എന്നിട്ട് മേലോട്ട് പോകണം. മേലോട്ട് പോകുമ്പോൾ ഈ ഹോളിനകത്ത് ചാടും. അഥവാ ചാടുന്നില്ലെങ്കിൽ തെളിവായിട്ടൊന്നും കറക്റ്റായിട്ട് ഈ മുട്ട് ഇവിടെ വന്നാൽ ഈ ഹോളിൻ്റെ വാതിക്കലാണ് ആ ഹോൾ കഷ്ണം. മനസ്സിലാവും.
അത് കഴിഞ്ഞിട്ട് പൊക്കുമ്പോൾ അത് ആ പൊക്കും ഹോളിലേക്ക് തന്നെ കയറാൻ തുടങ്ങും. ഈസി ആയിട്ട് കയറും. എല്ലാം ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ രീതിയിൽ പോയാൽ വലിയൊരു സംഭവം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കൈ ഒന്നുകൂടെ തെറ്റി പോയാൽ ഇങ്ങനെ മുന്നോട്ട് വരും. ശരിയായി. അതുപോലത്തെ ഇവിടുത്തെ ഇവിടെ കുടതെറ്റിൽ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറി പോയി അസിങ്ങനെ മുകളിലോട്ട് കയറി പോയി അങ്ങോട്ട് പയ്യെ കുഴമ്പ് കെട്ടി ഇങ്ങോട്ട് തിരുമ്മി ഇറക്കണം. തിരുമ്മി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ മൂവ്മെന്റ് ചെയ്ത് നോക്കണം ശരിയാണോ അവന് വേദനയുണ്ടോ എന്ന്. അല്ലെങ്കിൽ വീണ്ടും അവിടെ ഇരുത്തിയിട്ട് ഈ സാധനത്തിന് ഇവിടെ ഒരു മുഴ വരും. ഈ ഇറങ്ങിപ്പോയ മുഴ ഈ പക്ഷത്തിൽ തൊട്ടാൽ പറ്റും. അതിങ്ങനെയാണെന്ന് തള്ളി വയ്ക്കണം. ഈ കൈ വന്ന് ചെസ്റ്റിൻ്റെ ഇവിടം വരെ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഈ കൈ ലൂസാക്കി പിടിച്ചിട്ട് മുകളിലോട്ട് പൊക്കണം. ഈ മോനെ അന്നേരം ഇവിടെ ഇരിക്കണം. അല്ലാണ്ട് പോകുമ്പോൾ ഇങ്ങനെ പൊക്കിയപ്പം കയറില്ല, ഇങ്ങനെ ഇരിക്കണം. ഇതുണ്ടോ ഏറ്റവും ബേസ് എന്നാന്ന് വെച്ചാൽ ചങ്കിൻ്റെ ഈ നേരെ ഈ മോനെ ഇരിക്കണം, കൈയുടെ മുട്ട. എന്നിട്ട് ഇങ്ങനെ പൊക്കിയാൽ കറക്റ്റ് അതിൻ്റെ ഹോളിൻ്റെ വാതിലാണ് ആ സാധനം വന്ന് നിൽക്കണേ. അതിങ്ങനെ പൊക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ക്ലക്നം കയറി പോകും. മനസ്സിലാവുണ്ടോ? ഇതാണ് പഠിക്കാനുള്ള ഏറ്റവും വലിയ ട്രിക്ക്. അതിന്റെ വാതിലേക്ക് തള്ളി വെക്കണം. പോയി പോയോ? എന്നാ കളി? അപ്പൊ വീട്ടിലാരുള്ള ഭാര്യനെ കൊണ്ട് ഒരു കാര്യം ചെയ്യണം. ഭാര്യയ്ക്കോട് ഇച്ചിരി കുഴമ്പെടുത്ത് കൊടുക്കണം. നിങ്ങൾ എണ്ണയോ അല്ലെങ്കിൽ കൊട്ടച്ചുക്കാതിയോ അല്ലെങ്കിൽ അതുപോലെ ഹിതമായിട്ടുള്ള കുഴമ്പെടുക്കണം. കുഴമ്പെടുത്തിട്ട് ഇങ്ങനെ തിരുമാൻ പറഞ്ഞു. ഇവിടെ മൊത്തം ഈ ടെസ്റ്റും ഈ കൈയുടെയോടും തിരുമിയിട്ട് ഇവിടെയും തിരുമാൻ പറയണം. കൈ മൊത്തം തിരുമാം. മൊത്തം തിരുമിയത് കണ്ടാലല്ലേ ഇവിടേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തിരുമുക, ഇവിടെ നിന്ന് ഇങ്ങനെ തിരുമുക, പിന്നെ ഇവിടെ ഇങ്ങനെ തിരുമുക, പിന്നെ ഇങ്ങനെ തിരുമുക, പിന്നെ ഇവിടെ തിരുമുക. അതിനുശേഷം ഈ കൈ ഇവിടെ കൊണ്ടുവന്നിട്ട് പൊക്കുക. നിങ്ങൾക്ക് ഇവിടെ തിരുമ്മി കൊടുത്താൽ കൈ പൊങ്ങും. ഇപ്പൊ ആദ്യത്തെ പൊങ്ങുണ്ടോ? ഇനി കൈ പുറകോട്ടെടുത്ത് നമുക്കൊന്ന് പൊക്കി നോക്കി. ചൂടെ ഇവിടെ നിങ്ങൾ പൊക്കി നോക്കി. ഒരു ഓഫ് ചെയ്ത് വന്നുണ്ടോ? അത് ഇച്ചിരി പ്രാക്ടീസ് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് കൈ പോകുന്നു. അപ്പോൾ എവിടെയൊക്കെ ഭാര്യയൊക്കെ ഒന്ന് ചെയ്യിക്കണം. ഇവിടെ ചെയ്യിപ്പിക്കണം, ഇവിടെ ചെയ്യിപ്പിക്കണം. ഇതിൻ്റെ അടിയിൽ തീരുമാനം മാത്രം തിരുമ്മി പുള്ളിക്കാരോട് ചെയ്തു തരാൻ പറ. നിങ്ങൾക്ക് തീരുമാനമൊന്നുമില്ല. കൈ ഇങ്ങനെ ഇടുന്നത് കൈ ചാടിപ്പോയല്ല. നിങ്ങളുടെ കൈ പോയി ചാടിപ്പോയിട്ടുണ്ടോ? ഇവിടെ ആദ്യം ജോയിൻറ്റിൽ ഫ്ലൂയിഡ് കുറഞ്ഞ് അവിടെ ഒരു ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് കൈ പൊങ്ങാതെ തന്നെ. കുഴപ്പമില്ല, ശരിയാവും. ഒരു ഐഡിയ കിട്ടിയോ? തരിപ്പെന്ന് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ അവിടെ നീർക്കെട്ട്, കഴുത്തിൻ്റെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക. അവിടെ നിന്ന് സ്പോണ്ടിലോസിസിൻ്റെ അവിടെ നിന്ന് വരുന്ന സർക്കുലേഷൻ ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ്. അത് കഴുത്ത് അത് കഴുത്ത് മാത്രം. കഴുത്ത് തീരുമാനം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചില്ലേ? ഒരാളെന്ന് പറഞ്ഞ കഴുത്ത് തീരുമാനം എങ്ങനെയാണ്? കഴുത്ത് തീരുമാനം എങ്ങനെയാണെന്ന് പറഞ്ഞ് ഇടമെങ്കിലും പറ്റുക, വലമെങ്കിലും തിരുമുക, നട്ടല് ഇവിടെ തിരുമുക. അപ്പോൾ കഴുത്തിന് പ്രശ്നമാണെങ്കിൽ ഷോൾഡറും കൂടെ തിരുമുക, ഈ കഴുത്തും തിരുമുക, ഇവിടെയും തിരുമുക, നട്ടലും തിരുമുക. എന്നിട്ട് ഒരിളക്ക് മുറയും കാണിച്ചില്ല. ഈ കഴുത്ത് ലൂസാക്കി പിടിച്ച ഇങ്ങനെ ഇവിടെയും കൈ വയ്ക്കുക, ഇവിടെയും കൈ വയ്ക്കുക, മേപ്പോട്ട് പൊക്കുക. പിന്നെ ഇങ്ങനെ തിരിച്ചു വയ്ക്കുക, അതും പൊക്കുക. പിന്നെ ഇങ്ങനെ തിരിച്ചു വയ്ക്കുക, അത് വീണ്ടും പൊക്കുക. ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി. അല്ലാണ്ട് കഴുത്തിൽ വെട്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അത് വെട്ടിക്കരുത്. അത് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞരമ്പ് വലിഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പം മേലോട്ട് പൊക്കുക പൊസിഷനിൽ നിന്നിട്ട് ഇവിടെയും തുല്യ ബലം കൊടുത്ത്, വലിയ ബലത്തിലൊന്നും അല്ല, ചുമ്മാ ഒരു ഈസി ആയിട്ടൊന്ന് പൊക്കിയെടുക്കുക.
അപ്പോൾ ആ നട്ടലുകൾ ഇങ്ങനെ പൊങ്ങും. ഇങ്ങനെ പൊങ്ങുമ്പോൾ അത് ഞരമ്പുകൾ നേരെയാവും. ഈ ഇടമെങ്കിലും തിരുമ്പുക, വലമെങ്കിലും വരുക, സുഷുപ്നയും തിരുമുക, സൈഡുകളെല്ലാം തിരുമുക. ഇവിടെ തിരുമേണ്ട കാര്യമില്ല. അപ്പോൾ അത് ശരിയാവും. അപ്പോൾ ഇവിടെ തിരുമ്മുമ്പോൾ ഈ കയ്യിലേക്കുള്ള ഇവിടുന്നാണ് കയ്യിലേക്ക് ഞരമ്പ് തന്നെ. ആ ഞരമ്പെല്ലാം വർക്കൗട്ടാകാൻ തുടങ്ങും. പിന്നെ കയ്യിലും മണിയും തിരുമ്മി വിടാം. എനിക്ക് അത് സന്ധിഭാഗത്തിൻ്റെയാണ്. ആ സന്ധിഭാഗത്തിൻ്റെ കഴിഞ്ഞാൽ അത് സാധാരണ രീതിക്ക് ഒഴിയുമ്പോൾ ചുമ്മാ കട്ടി ഒഴിഞ്ഞാൽ മതി. പ്രത്യേകം ഇവിടെ നിന്ന് തിരുമുക, അതുപോലെ കുടഞ്ഞെടുക്കുക, ഇങ്ങനെ വെട്ടിക്കുക, ഇപ്പുറത്തേക്ക് വെട്ടിക്കുക, കീഴോട്ട് വയ്ക്കുക, മുകളിലോട്ട് വയ്ക്കുക, നേരെ വലിക്കുക. കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തിരുമ്പി കൊടുക്കുക, ഇവിടെ നിന്ന് തിരുമ്പി കൊടുക്കുക. ഈ ഉരുളിനൊക്കെയാണ് തിരുമ്പി കൊടുക്കുക. ഹോർമോൺ ക്ലിയറൻസിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ അതിനുള്ള കഷായമുണ്ട്, ആക്ഷനുള്ള മരുന്നുണ്ട്. മൊത്തം തിരുമണതിന് കുളിക്കുന്നതിനാണ്. കണ്ണിൻ്റെ വെച്ചാൽ നമ്മൾ ആദ്യം കുളിക്കാൻ കുളിമുറി കയറില്ലേ. കുളിമുറി കയറുമ്പോൾ വേണമെങ്കിൽ ഉടുപ്പ് കൊടുക്കാൻ, വലിയ ഉടുപ്പ് കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. കുളിമുറിയല്ലേ, പേടിക്കാനൊന്നുമില്ല. ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് ഇവിടെയാണ്. ഇങ്ങനെ നീങ്ങി നിൽക്കുക, ഒരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മുടെ സുഷുപ്ന കാണ്ഡം കയറി വരുന്ന സ്ഥലത്ത് വെള്ളം ഒഴിക്കുക. ഇവിടെ വെള്ളം ഒഴിക്കുക. ഇവിടെ ഒഴിക്കരുത്, ഈ ഭാഗത്ത് ഒഴിക്കരുത്, ബോഡിയിലേക്ക് താഴരുത്. ഇവിടെ 2 കപ്പ് വെള്ളം ഒഴിക്കുക. 2 വേഷം ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫ്രിഡ്ജിൽ ഇറങ്ങിയിരുന്ന പോലെ ബോഡി തണുക്കും. ഫ്രിഡ്ജിൽ തന്നെ തണുക്കും. എന്നിട്ട് നേരെയാക്കുക. എന്നിട്ട് നേരെയാക്കിയിട്ട് തലയിൽ വെള്ളം ഒഴിക്കുക. അന്നേരം തലയിൽ കളപ്പ് മർമ്മത്തിൽ റൗണ്ടായിട്ട് കിടക്കുക. ബാക്കിയുള്ള സൈഡിൽ ഇങ്ങനെ തേച്ചിരിക്കുക. കണ്ണിനകത്ത് കണ്ണിൻ്റെ ഈ ഭാഗം കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് തിരിക്കുക. കവള് കൊടുത്തു വന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുഖം തിരുമണം മൊത്തം ഞാൻ കാണിച്ചു തന്നെ. മുഖം തിരുമ്മി അതുപോലെ തന്നെ മുഖം പച്ചവെള്ളത്തിൽ മുഖം ഇടുക. അതുപോലെ തന്നെ കഴുത്തും തിരുമ്മ. അതുപോലെ തന്നെ കയ്യും. നമ്മുടെ മെത്തയ്ക്ക് വെള്ളം ചാടിക്കൊണ്ടിരിക്കുക. അന്നേരം ആ വെള്ളം ബോഡി നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൂക്കണേ. അപ്പോൾ സോപ്പ് കഴിക്കണം. സോപ്പ് കഴിക്കുന്നതിന് മുമ്പ് ബോഡി നനയ്ക്കുമല്ലേ. ബോഡി നനയ്ക്കുന്നതിന് മുമ്പ് സോപ്പ് കഴിക്കണം. അപ്പം ഇവിടെ എല്ലാവരും ഇങ്ങനെ തിരുമോ, ചങ്ക് തിരുമുക, വയറ് തിരുമാൻ പറഞ്ഞോളൂ തിരുമുക. എന്നിട്ട് കാലെടുത്തു, കാലയിലൊക്കെ വെള്ളം വെച്ച് കഴിയുമ്പോൾ കാലിൽ തിരുമുക. പിന്നെ അടങ്കൽ തിരുമ്മി വിടുക, ഭാഗമൊക്കെ തിരുമ്മി വിടുക. അത് തിരുമ്മി വിട്ട് കഴിഞ്ഞിട്ട് സോപ്പ് കഴിക്കുക. സോപ്പ് കഴിച്ചിട്ട് വെള്ളം കുഴച്ച് കഴിഞ്ഞിട്ട് ഈ സോപ്പ് നമുക്ക് കഴിക്കളയാണല്ലോ. നേരം നമ്മൾ കൈ തൂക്കില്ലേ. അന്നേരം ഈ പ്രകാരം തൂക്കുക. അപ്പോൾ 2-3 തവണ നമ്മുടെ എല്ലാ നെർവസുകളുടെയും അനുസരിച്ച് തൂക്കലില്ല. ഈ തൂക്കലും കൊണ്ട് എന്നെ അവിടെ സംഭവിക്കണേ 2-3 കാര്യം. 1 ചെളി ഇളകിപ്പോവും, 1 നമ്മൾ തേച്ച സോപ്പ് ഇളകിപ്പോവും, 3 നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കും. അവിടെ ക്രമം തെറ്റി തേക്കണേക്കാൾ ഒരു ക്രമം നമുക്കറിയാലോ. നമ്മുടെ കാല് ഇരുമ്പണ്ടി എങ്ങനെയാണെന്ന് അവിടെ മർമ്മം എങ്ങനെയാണെന്നും ചുരുൾമർമ്മത്തിൽ വെള്ളം ചാടി ഇവിടെ സോപ്പിരിക്കുകയാണെങ്കിൽ അങ്ങനെ കഴുകളയാം, ഗ്രൗണ്ടിൽ കഴുകളയാം. ഇതാമല്ലേ. അതുപോലെ എല്ലാ ഭാഗവും കഴുകാം. മലദ്വാരമൊക്കെ അതുപോലെ കഴുകണം. മലദ്വാരത്തിലൊക്കെ സർക്കുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ മൂലക്കുരു വരില്ല, അവിടുത്തെ പേശികളൊക്കെ ചുരുങ്ങിയിരിക്കും. അവിടെ ഒത്തിരി സർക്കുലേഷൻ നടക്കുമ്പോൾ അവിടെയൊക്കെ മസാജിങ്ങിൻ്റെ ഗുണങ്ങൾ കിട്ടും. അപ്പോൾ കുളിമുറി കയറുമ്പോൾ വെള്ളം ഒഴിച്ച് തിരുമ്പാം സ്വന്തം എല്ലാവരും. ഇങ്ങനെ കൈയൊക്കെ തിരുമ്പുമ്പോൾ ഇങ്ങനെ കൈ തിരുമ്പുമ്പോൾ ഒത്തിരി പ്രാവശ്യമല്ല. ആ വെള്ളം നമ്മൾ സോപ്പ് തേക്കുമ്പോൾ ഇങ്ങനെ തേക്കുമല്ലോ, അതുപോലെ തന്നെ ആ വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പ് കഴുകി കളയുമ്പോൾ ഒരാകൃതിയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു റൂട്ട് കിട്ടും. ആ റൂട്ട് അനുസരിച്ച് കഴിയുമ്പോൾ കുളിച്ച് കഴിയുമ്പോൾ ഒരു തിരുമ്മിൻ്റെ അങ്ങനെ ഗുണവും. 2 കൂട്ടം കാര്യമായി. എന്താ ഈ കുടിയായി മസാജിങ്ങായി. ഇതൊക്കെ എന്നെ കഴിക്കാനുള്ള അപാന ഉണ്ട്. അപാനവായു വെച്ചിട്ട് പൊക്കിള് തിരുമുക. പൊക്കിള് സർവാംഗ അടങ്ങലാണ്. റൗണ്ടില് തിരുമുക. അവിടെ നിന്ന് റിട്ടേൺ തിരുമുക. ഇടത്തോട്ടും വലത്തോട്ടും തിരുമുക. എന്നിട്ട്
ഒന്ന് ഞെക്കി കൊടുക്കുക. അപാനവായു ക്ലിയറായി വരും. സർവാംഗ അടങ്ങലാണ് പൊക്കിൾ. ഈ ഫുൾ ബോഡി മസാജ് ചെയ്യുമ്പോഴേ തലയിൽ തന്നെ തുടങ്ങണം എന്നുള്ള ഇതുണ്ട്. തലേന്ന് തുടങ്ങണം. അല്ലെങ്കിൽ പൊക്കിളിന്റെ അവിടെ നിന്ന് തുടങ്ങണം. ഒരു വായുവിനെ നമ്മൾ ഉന്തിക്കൊണ്ട് പോണേ. നമ്മള് കാലിന്ന് തുടങ്ങാം. കാലിന്ന് തുടങ്ങാം. ഇരുത്തിയാവുമ്പോ രോഗിയാകുമ്പോ ഇരുത്തിയല്ലേ കാലിന് തുടങ്ങണേക്കാൾ നല്ലത് തലേന്ന് തുടങ്ങാം. പൊക്കിളിന്റെ അവിടെ നിന്ന് തുടങ്ങണവരുണ്ട്. 8 വട്ടം തിരുമ്പോ പൊക്കിളിന്റെ അവിടെ നിന്ന് ആരംഭിക്കണം. നമ്മുടെ ഊര ഞെട്ടിപ്പോയാലൊക്കെ ഊര പെട്ടെന്ന് നമ്മൾ കുനിഞ്ഞ ദൂരം പെട്ടെന്ന് ഒരു സ്റ്റെക്കായി പോയല്ലേ. അത് നട്ടലിന് ഉള്ളിൽ നിർത്തിട്ടുള്ളത് കൊണ്ടാണ്. അത് പതക്കള തിരുമ്പി കൊടുക്കുക. അല്ല എന്താ ചെയ്യണ്ട, അതിനെന്താ ചെയ്യലുമില്ല. തടവി കൊടുക്കണം. കുഴമ്പിട്ട് തടവി കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഫുൾ ബോഡി പഠിച്ചില്ലേ? അപ്പം നടു തിരുമാൻ പോകാനായിട്ടും അത് തിരുമാൻ പഠിച്ചില്ലേ? ഫുൾ ബോഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പാഴ്സായിട്ട് തിരുമണേക്കാൻ ചോദിക്കുന്നേട്ടാ. അല്ല, അതിന് വേറെ എന്തെങ്കിലും മനസ്സിലാക്കാൻ കൂടുതൽ എന്തുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ പാഴ്സ് ഭാഗങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു. അത് നട്ടലിന്റെ പ്രശ്നങ്ങളിൽ ഈ പൊട്ട് ഇടംപെങ്കിലേയും വലംപെങ്കിലേയും നട്ടലും തിരുമ്പി കഴിഞ്ഞിട്ട് പോൺസ് തിരുമ്പോ അപ്പൊ എല്ലായിടത്തും ആയല്ലോ. ബോഡി ടെമ്പറേച്ചർ കൂട്ടായി. ഇപ്പൊ നമുക്ക് തണുപ്പുള്ള സ്ഥലത്താണ് നിൽക്കണമെന്ന് വെച്ചോ. തണുപ്പുള്ള സ്ഥലത്തെങ്കിൽ ആദ്യം നമ്മുടെ സുഹൃത്തിനെ വിളിക്കണം. സുഹൃത്തിനെ വിളിച്ച് കമന്ന് കിടക്കണം. നമ്മൾ കമന്ന് കിടത്തിട്ട് ആ അടങ്കൽ കാണിച്ചിരുന്നില്ലേ, ആ അടങ്കലിലൂടെ കഴുത്തിൽ ചുറ്റി വരണം. കഴുത്തിലേക്ക് ഇറങ്ങി പോകണ്ട. ഈ മോളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ബോഡി ഹീറ്റാവും. അട്ടലിൽ ഒഴിവാക്കണം. അപ്പം ബോഡി ഹീറ്റാവും. അതുപോലെ തിരിച്ച് ബോഡി കൂൾ ചെയ്യാനായിട്ട് ഒരു പ്രയോഗമുണ്ട്. അതിന് ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം. അല്ല, ഒരു ഷർട്ട് ഒന്ന് ഊരിക്കാൻ ഒരാൾ ഷർട്ട് ഒന്നും ഇയാളെ നമ്മൾ അമിത ചൂടുള്ള ആളെ നമ്മൾ തണുപ്പിക്കാൻ പോവാം. ബോഡിനെ തണുപ്പിക്കാൻ പോവാം. ബോഡി തണുത്തു തുടങ്ങി. ബോഡി തണുത്തു തുടങ്ങി. അയാളോട് ചോദിക്കും തണുപ്പുണ്ടോന്ന്. തണുക്കുന്നുണ്ടോ? രോമങ്ങളൊക്കെ എഴുന്നേറ്റ് വന്നു. ബോഡി AC-ക്ക് അകത്തായി. പുറത്തെന്തോരം ചൂടുണ്ടെങ്കിലും അയാളൊരു സുഖം അനുഭവിക്കുന്നു. അത് നമ്മുടെ വായുവിൻ്റെ ക്രമത്തെ ശരിയാക്കുന്നതാണ്. ചോദിക്കുന്നു, അയാളോട് ചോദിക്കും, ഞാൻ ചോദിക്കാതെ പറയൂ, നിങ്ങൾക്ക് എന്താണ് ഫീലിങ്? എന്താണ് ഫീലിങ്? നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലേ? സുഖം തോന്നുന്നില്ലേ? നിങ്ങളുടെ വായു തണുത്തില്ലേ? തിരിഞ്ഞു ചോദിക്കുക. അയാൾ ശരിക്കും കൂളാവുന്നുണ്ട്. ബാക്കിലാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞ് കരയുവാണ് തണുപ്പായിട്ട്, അല്ല ചൂടായിട്ട്. ഫാനിന്റെ കറണ്ട് പോയി. അപ്പൊ കുഞ്ഞിനെ അടുത്ത് കിടത്തിയിട്ട് ആ കുഞ്ഞിനെ നമ്മള് ബോഡി കൂളാക്കുകയാണ്. ഇതിപ്പോ അതൊരു സിസ്റ്റം. വേറൊരു സിസ്റ്റം ഇപ്പൊ ചെയ്യാൻ പോകാം. കൂളാവുന്നില്ലേ? വയറ്റിൽ കാണിക്കാം. അപ്പൊ കൊച്ചു കമന്ന കിടന്നുറങ്ങണമെങ്കിൽ കൊച്ചിനെ തിരിച്ചെടുക്കണ്ട. ഇടം പിങ്കല വലം പിങ്കല ആണ് നമ്മൾ എടുക്കുന്നത്. സുഷുപ്നയെ ഒഴിവാക്കുവാണ്.
അതാണ് ഒരു മാറ്റം. ശരിക്കും നമ്മൾക്ക് ഒരു കുഞ്ഞിനാണെങ്കിൽ ആ കുഞ്ഞ് ആ അവസ്ഥയിൽ തുടങ്ങും. ഈ ഇതിൻ്റെ ഷീറ്റിൽ ഇയാളുടെ ബോഡി തണുക്കുങ്ങി പിന്നെ പെരക്കകത്ത് ഇറങ്ങും കൊച്ചിന് ഈസിയായിട്ട് കിടക്കും. വ്യത്യാസം തോന്നുന്നില്ല. ഞാൻ ചുമ്മാ വായം കൊണ്ട് പറയണാണോ? അല്ലല്ലോ.